ഹലോ ഫ്രണ്ട്സ്, സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് എല്ലാ കുട്ടീസും അടിച്ചു പൊളിക്കായിരിക്കൂലേ? സ്കൂൾ അടച്ചതിന് ശേഷം ഞങ്ങൾക്ക് എവിടെയും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അനീഫ്ക്കാക്ക് എലക്ഷൻ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്ക് കല്യാണമൊക്കെ ആയി. അതുപോലെ തന്നെ അതിനുശേഷം പിന്നെ മദ്രസ അടച്ചപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ എൻ്റെ വീട്ടിലേക്കൊന്ന് പോയി. അപ്പോൾ ആ മദ്രസ അടച്ച സമയത്ത് തന്നെയായിരുന്നു എൻ്റെ ആങ്ങള സൗദിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവനൊക്കെ പോയതിന് ശേഷമാണ് പിന്നെ തിരിച്ച് മാവൂരേക്ക് വന്നത്. മാവൂരേക്ക് വന്നപ്പോൾ മുതൽ മക്കൾ പറയുന്നുണ്ടായിരുന്നു പുറത്തെവിടെയെങ്കിലും ഇങ്ങനെ പോവാന്ന്. ഇനിയിപ്പോൾ ടൂറൊക്കെ പോകാമെന്ന് വിചാരിച്ചാലും ഫിദുവിന് എക്സാം ഈ മാസം ലാസ്റ്റ് ആയിട്ടോ കഴിയുള്ളൂ. അവന് മെയ് ജൂണിലാണ് വെക്കേഷൻ വരുന്നത്. നിധുവിനാണെങ്കിൽ തീരെ വെക്കേഷൻ ഉണ്ടാവില്ല. പക്ഷേ അവൻ്റെ ഒഴിവിനനുസരിച്ച് എങ്ങോട്ടെങ്കിലും ഒന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവരെയും കൊണ്ട് പുറത്തിറങ്ങിയതായിരുന്നു. നേരെ ഹൈലൈറ്റ് മാൾക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടെ സ്നോ ഫാൻറ്റസി കയറാമെന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ സ്നോ ഫാൻറ്റസി പോകണ്ട, ഈ ഒരു പാർക്ക് കണ്ടിട്ടോ. ഇതൊരു കിഡ്സ് പാർക്കാണ്. കിഡ്സ് ക്യാപിറ്റൽ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. ഇത് പുതിയതാണ്. ഇതിന് മുമ്പ് വന്നപ്പോഴൊന്നും ഇതുണ്ടായിരുന്നില്ല. അങ്ങനെ അച്ഛനും ഷിനുവിനും ഇവിടെ കയറിയാൽ മതി എന്ന് പറഞ്ഞു. ഇവിടെ അത്യാവശ്യം നന്നായിട്ട് കളിക്കാനുള്ളതുണ്ട് കേട്ടോ. ഒരു കുട്ടിയുടെ കൂടെ ഒരു പാരൻറ്റ് കയറാമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഷിനുവിനും അച്ഛനും കൂടെ കയറ്റാമെന്നാണ്. പക്ഷേ അങ്ങനെ പറ്റൂല. ഒരു കുട്ടിയുടെ കൂടെ 18 വയസ്സിന് മുകളിലുള്ള ഒരാൾ വേണേ. അങ്ങനെ ആകുമ്പോൾ പാരൻറ്റിന് ടിക്കറ്റ് വേണ്ട, കുട്ടിക്ക് മാത്രം മതി. 1 മണിക്കൂറിന് 500 രൂപയാണ് വരുന്നത്. അപ്പോൾ പിന്നെ ഷിനുവിനും അച്ഛനും വെവ്വേറെ ടിക്കറ്റ് എടുത്തു. അവരുടെ കൂടെ ഞാനും അനീഫ്ക്കയും പാരൻ്റായിട്ട് അങ്ങനെ കെയറിങ് ചെയ്തേ. നിതുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അവൻ പുറത്തിരിക്കാമെന്ന് പറഞ്ഞു. അവൻ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ അവരെല്ലാത്തിലും കളിക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരുപാട് ഐറ്റംസുകൾ ഉണ്ടായിരുന്നു കളിക്കാൻ വേണ്ടിയിട്ട്. ഷിനു അച്ഛനും എല്ലാത്തിലും കയറി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാകുന്ന തരത്തിലായിരുന്നു കേട്ടോ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കണ്ടില്ലേ, അച്ചു ഷിനും എല്ലാത്തിലും കയറി കളിക്കുന്നുണ്ട്. ആ 1 മണിക്കൂർ അവർ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ സന്തോഷം കണ്ടപ്പോൾ നമുക്കും ഒരുപാട് സന്തോഷമായി. കാരണം ഇതുവരെ പുറത്ത് കൊണ്ടാത്ത പരാതിയായിരുന്നു രണ്ടാൾക്കും. അപ്പം അതൊക്കെ തീർന്നു കിട്ടി ഈ ഒരു ദിവസം കൊണ്ട് തന്നെ. പിന്നെ കുറച്ച് സമയം അനീഫ്ക്കയും ഷിനും കൂടെ ബോളൊക്കെ തട്ടി കളിച്ചു. പിന്നെ ഈ ഒരു സംഭവം കണ്ടില്ലേ, ഇത് ഫുള്ളായിട്ട് ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് നമുക്കിതാ ഇതുപോലെ നിന്ന് കൊടുത്താൽ നമ്മുടെ ഷേപ്പ് ആവട്ടോ. എനിക്ക് തോന്നുന്നു അച്ചും ഷിനൊക്കെ ഇത്രയും ഐറ്റംസിൽ കളിക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. അതുപോലെ തന്നെ 1 മണിക്കൂർ കളിച്ചിട്ടുണ്ടായിരുന്നു ഷിനു അച്ചും. പക്ഷേ എന്നാലും അധികം ടയർഡായിട്ടുണ്ടായിരുന്നില്ല. കാരണം ഫുൾ AC ആയതുകൊണ്ട് തന്നെ ചൂടിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ആ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതുപോലെ അവിടുന്ന് തന്നെ പോപ്കോണും ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം അവിടുന്ന് ഇറങ്ങുമ്പോഴേക്കും ഏകദേശം 10 മണിയായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഏകദേശം 11 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അൽഫാമും മന്തിയൊക്കെ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അൽറീം റെസ്റ്റോറൻറ്റിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. നല്ല അടിപൊളി മന്തിയും അൽഫാമൊക്കെ ആയിരുന്നു. അങ്ങനെ അത് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. ബീച്ചിലൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സമയം ഒരുപാടായതുകൊണ്ട് തന്നെ നേരെ വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തിയപ്പോഴേക്കും ഏകദേശം 1 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും മക്കൾക്ക് രണ്ടാൾക്കും ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം. ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.